നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി ഒന്ന് പോകാം. തിരുവനന്തപുരത്തും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടുത്തെ മത്സ്യ മാർക്കറ്റിലെ കാഴ്ചകൾ ആദിൽ പാലോട് പറയും. തിരുവനന്തപുരം പാളയം മാർക്കറ്റിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ കാണാം മത്തി കച്ചവടം ചെയ്യുന്നുണ്ട്. മത്തിക്ക് പഴയ ഒരു വലിപ്പം ഇല്ല. ഇല്ല. എത്ര ആളായി ഈ വലിപ്പത്തിൽ? ഇതാണ് വലിപ്പം. ഒരു നെത്തോലിയുടെ വലിപ്പത്തിലേക്ക് മത്തി വലിപ്പം കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ചേട്ടാ, മത്തി പഴയ പോലെ വലിപ്പം ഇല്ല. മറ്റേ നെയ്മത്തി ഒന്നും ഇപ്പം വരുന്നില്ല. പണ്ട് വലിയ നല്ല മത്തി ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ നമുക്ക് ചെറിയ മത്തി എനിക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. അതാണ് പ്രധാന സംശയം. മത്തി ഇപ്പൊ എത്ര ആയിട്ടമ്മ ഇങ്ങനെ ചെറുത് വരുന്നത്? 9 മാസമെങ്കിലും ആയി ഈ മത്തി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ വളരുന്നില്ല. എല്ലാരും ചോദിക്കുന്നു എന്തുകൊണ്ട് വളരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഞാൻ മത്തിക്ക് പോകൂല മോനെ. മത്തി ഡിമാൻഡ് കുറവാ. ഞങ്ങൾക്ക് മത്തി ഇതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതമായിരുന്നു. വലിയ മത്തിയായിരുന്നു. വലിയ പച്ച അയിലൊക്കെ കൊണ്ട് ഇടും. അപ്പോഴും ഞങ്ങൾ പോകാത്തോണ്ട് മീനിന് തൂക്കുകൊണ്ട് അവര് പോകുന്നത് പഴയ പോലെ ആവശ്യക്കാരില്ല. ഇല്ല. ഈ മത്തിയുടെ കേസ് എങ്ങനെയാ? മത്തി വളരുന്നില്ല. കൊച്ചു മത്തി 1 വർഷം പോലായി മത്തി. ഇത് തന്നെ കിടന്നത്. അപ്പൊ ആവശ്യക്കാർ വന്ന് ചോദിക്കും വലിയ മത്തി ഉണ്ടെന്ന് ചോദിക്കുമ്പോ വലിയ മത്തി ഇല്ലെന്ന് പറയും. ഇത് കൊടുത്ത് ആരും വാങ്ങിക്കണില്ല. മത്തിയാണ് ആളുകൾക്ക് വേണ്ടത്. വലിയ മത്തി വേണം. ഇവിടെ ഇല്ല മോനെ. ഇപ്പൊ ആദ്യമെങ്കി ഉമാ മത്തിയൊക്കെ വരും, വലിയ മത്തി. ഇപ്പൊ ഇല്ല. അത് പ്രധാന കാര്യമാണ്. കാരണം ആവശ്യക്കാർ വന്നിട്ട് മത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മത്തി കൊടുക്കാനില്ല എന്നുള്ളതാണ്. മറ്റ് മത്സ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ മത്തി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ചേച്ചിമാരൊക്കെ കച്ചവടത്തിന് ഇരിപ്പുണ്ട്. ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ മത്തി വയ്ക്കുമ്പോൾ എന്നാ പറയുന്നത്? കൊടുക്കാനുള്ളൂ. ഈ മത്തിയേ ഉള്ളു, വലിയ മത്തി ഇല്ല സാറേ. പിന്നെ ഈ മണ്ണൊക്കെ എടുക്കുന്നില്ലേ കടലിൽ നിന്ന്, അതിന്റെ കൂടാണ് മീനിന്റെ മുട്ടയൊക്കെ അലിഞ്ഞു പോയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കടൽ മണൽ ഖനനം കാരണം പ്രശ്നമുണ്ടായി എന്നാണ് ചിലരുടെയൊക്കെ വിശ്വാസം. പക്ഷേ ആ ഖനനം തുടങ്ങിയിട്ടില്ല. കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെയാണെന്ന പലതരം പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും മത്തി ഇപ്പോൾ ഈ വലിപ്പമാണ്. വലിയ വലിപ്പമുള്ള മത്തി കിട്ടാനില്ല എന്നുള്ളതാണ് മീൻ വാങ്ങാൻ വരുന്നവരുടെ പ്രശ്നം. ക്യാമറമാൻ ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.